ലോകാ സമസ്ത സുഖിനോ ഭവന്തു. പാലക്കാട് തെടുക്കശ്ശേരി പ്രകൃതി ക്ഷേത്രത്തിലെ ജൈവ സംരക്ഷണ സമിതി പ്രതിമാസ സംഗമത്തിൻ്റെ 2ാം ഭാഗം ഞങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞു. കാണുക. 1ാം ഭാഗം കണ്ടതിന് ശേഷം ഈ ഭാഗം കാണേണ്ടതാണ്. തുടർന്നുള്ള ഭാഗങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക. നമസ്തേ. ബാങ്കിങ്ങും ലീഗലും എല്ലാ തരം ആൾക്കാരും ഇവിടെ ഉണ്ട്. സോ വാട്ട് ഈസ് ദ ബൈൻഡിങ് ഫോഴ്സ്? ബൈൻഡിങ് ഫോഴ്സ് ഫാമിംഗ്, പ്രത്യേകിച്ച് ഓർഗാനിക് ഫാമിംഗ്, അതിനെക്കാട്ടിൽ കൂടുതൽ നേച്ചറാണ്. ദാറ്റ് ഇസ് വാട്ട് ഇസ് ബൈൻഡിങ് അസ് ഓൾ. അപ്പോൾ ഈ പ്രകൃതി ഫാംസിൽ നടക്കുന്നുണ്ട്. ഭയങ്കര സന്തോഷം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റൂമിൻ്റെ അകത്ത് തന്നെ ഒരുപാട് നോളജ് ഉണ്ട്, ഒരുപാട് വിസ്ഡം ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു പവർ ഹൗസ് ആണ് തൽക്കാലം. ആൻഡ് വാട്ട് വി ആർ ഡൂയിങ് ഇസ് വി ആർ ക്രിയേറ്റിംഗ് എ ലോട്ട് ഓഫ് എനർജി, പോസിറ്റീവ് എനർജി. അപ്പോൾ അങ്ങനത്തെ ഒരു അവസരം മിസ് ചെയ്യാൻ പാടില്ല എന്ന് വെച്ചിട്ട് തന്നെ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ആൻഡ് താങ്ക്സ് ഫോർ ഹാവിങ് മീ ഹിയർ. അതേപോലെ എത്ര പേര് അത്താച്ചി ഫാമിലിക്ക് വന്നിട്ടുണ്ടെന്ന് അറിയില്ല, പക്ഷേ എല്ലാവരും ക്ഷമിക്കുക, പ്ലീസ് കം. ഇത് എൻ്റെ ഫാമോ നമ്മളുടെ ഫാമോ അങ്ങനെയല്ല, നമ്മൾ എല്ലാവരുടെയും ഫാമാണ്. ആൻഡ് വി വോണ്ട് ടു ക്രിയേറ്റ് എ മോഡൽ ഫാം. അപ്പോൾ എല്ലാവരുടെയും ഒപ്പീനിയൻ തരിക, എല്ലാവരുടെയും എന്തൊക്കെ ഉണ്ടോ വാട്ട് എവർ യു സീ, എങ്ങനെ അതിൽ ഇമ്പ്രൂവ് ചെയ്യാൻ, എന്തൊക്കെ എക്സ്പെരിമെൻറ്റ് ചെയ്യാം, അതിൻ്റെ ഒപ്പം നമ്മൾ എപ്പോഴും ഉണ്ടാവും. വി വിൽ ഓൾവേസ് ബി സപ്പോർട്ടീവ്. നിങ്ങൾ വരിക, നോക്കുക, നമുക്ക് അഡ്വൈസ് തരിക. ദാറ്റ് ഇസ് വാട്ട് ഐ വോണ്ട് ടു റിക്വസ്റ്റ് യു ടു കം. പിന്നെ നമ്മളുടെ ഒരു ഈ കണ്ടിന്യൂസ് എക്സ്പെരിമെൻറ്റേഷനിൽ ഒരു 2 വെറൈറ്റി റൈസ് റീസെൻ്റായിട്ട് ഹാർവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് വന്നിട്ട് പഞ്ചാബിൻ്റെ രാംലിയ, അതേപോലെ ആസാമിൻ്റെ അഗോനി ബോറ. ഈ അഗോനി ബോറയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വിതൗട്ട് ഫ്യൂവൽ യു ക്യാൻ കുക്ക് ഇറ്റ്. എന്ന് പറഞ്ഞാൽ യു ക്യാൻ സോക്ക് ഇറ്റ് ഇൻ വാട്ടർ ആൻഡ് വിതിൻ ഇഫ് ഇറ്റ്സ് കോൾഡ് വാട്ടർ വിതിൻ 30 to 40 minutes അതൊരു ബോയിൽഡ് രൂപം വരും. അതേപോലെ ഇഫ് ഇറ്റ്സ് വാം വാട്ടർ 10 to 15 minutes വരും. അപ്പോൾ രാജീവേട്ടൻ പറഞ്ഞ കാരണം ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവരും ഒബ്സർവ് ചെയ്യുക, അതിനെ നോക്കുക. ആൻഡ് ഐ വിഷ് ദിസ് ഓർഗനൈസേഷൻ ഓൾ സക്സസ്. എത്ര നേരമായി? എന്തായാലും ഇവിടെ ഉണ്ടാവും. നമുക്ക് ഇത് എലപ്പുള്ളി പാറയാണ്. നമുക്ക് നെക്സ്റ്റ് അടുത്ത മീറ്റിംഗ് അല്ലെങ്കിൽ വൺ ഓഫ് ദ മീറ്റിംഗ് നമുക്ക് അവിടെ വെച്ച് ആക്കാം. നെക്സ്റ്റ് പ്ലാൻ. അപ്പോൾ എല്ലാവരും വരിക. താങ്ക്സ് ഫോർ അഗൈൻ ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ഓൾ ദി ബെസ്റ്റ്. സർ സ്വാഗതം. നമുക്ക് സർ ട്രെയിൻ ഇറങ്ങി ഇവിടെ ശാസ്ത്രജ്ഞന്മാരിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ് ഞങ്ങളുടെയൊക്കെ ഗുരുവായിട്ടുള്ള ദയാൽ സർ. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് ഈ മീറ്റിങ്ങിലേക്ക് കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. ഒരുപാട് തിരക്കുകൾക്കിടയിൽ പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ജൈവകൃഷിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ക്ലാസ്സുകൾ ലീഡ് ചെയ്യാനും ഒപ്പം തന്നെ ജൈവ ജീവിത രീതിയെ ഫോളോ ചെയ്യാനും ഒക്കെ ഞങ്ങളെ പ്രേരിപ്പിക്കുന്ന, ഞങ്ങളെ ലീഡ് ചെയ്യുന്ന ഒരു മഹാഗുരുവാണ് അദ്ദേഹം. അദ്ദേഹത്തെ സമയം കളയാതെ നമുക്ക് കേൾക്കാമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സാർ, നമ്മുടെ കോഴിക്കോട് ബാച്ചിലുള്ള കുറേ പേര് സാറെ കേൾക്കാൻ വേണ്ടി പല ഭാഗത്തു നിന്ന് എത്തിയിട്ടുണ്ട്. നമ്മുടെ മുരളിയും നമ്മുടെ ജനഞ്ഞാൻ ചേട്ടനും ഒക്കെ കുറേ പേരോടെ ഉണ്ട് സാർ എന്ന് പറഞ്ഞിട്ട്. എന്താണെങ്കിലും അദ്ദേഹത്തെ സമയം കളയാതെ നമുക്ക് കേൾക്കാം. അദ്ദേഹത്തിന് എല്ലാവർക്കും നമസ്കാരം. നമുക്ക് എന്താ വേണ്ടത്? എന്താ വേണ്ട? കൃഷിയാണ്, ആരോഗ്യമാണ്. ലോകം നമ്മൾ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് രോഗത്തെപ്പറ്റി ചിന്തിക്കരുത്. രോഗത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്നാൽ എന്തായിരിക്കും വരിക? ആ രോഗം വരും. രോഗത്തെപ്പറ്റി ചിന്തിക്കരുത്, രോഗത്തെപ്പറ്റി പറയരുത്, പഠിക്കരുത്, പഠിപ്പിക്കരുത്. കാരണം ആയിരക്കണക്കിന് രോഗങ്ങളാണ്. പഠിച്ചാലും 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 തീരാത്ത അത്ര രോഗങ്ങൾ.
ഉണ്ട്. എൻ്റെ പേരെടുത്ത് നോക്കിയാൽ ഇപ്പോൾ ഡോക്ടറുണ്ട്, ഡോക്ടർ പറയും എന്തോരം രോഗങ്ങളാണ്, മാത്രമല്ല പുതിയ രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ആരോഗ്യം ഒന്നേ ഉള്ളൂ. ആരോഗ്യത്തെപ്പറ്റി ചിന്തിക്കുക, പഠിക്കുക, പറയുക, പഠിപ്പിക്കുക, ഇത് മാത്രം ചെയ്താൽ മതി. ഇതിന് കോളേജിൽ പോകണമെന്നില്ല താനും. കോളേജിലൊന്നും പോയി പഠിക്കേണ്ട കാര്യമില്ല. ആരോഗ്യത്തെ പറ്റി പഠിക്കാനായിട്ട് കോളേജിലൊന്നും പോയി പഠിക്കേണ്ട കാര്യമില്ല. നമ്മൾ കഴിക്കുന്ന എന്തിനാണ് ജൈവ കൃഷി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. 5 അന്നങ്ങൾ നമ്മളുടെ ശരീരം പ്രകൃതി സൃഷ്ടിച്ചിരിക്കുന്നത് 5 അന്നങ്ങളെ കൊണ്ടാണ്. ഈ 5 അന്നങ്ങളുടെയും ക്വാളിറ്റി ആണ് അമ്മയിലെ അണ്ടത്തിൻ്റെ ക്വാളിറ്റി. ഈ 5 അന്നങ്ങളുടെയും ക്വാളിറ്റിയാണ് അച്ഛനിലെ ബീജത്തിൻ്റെ ക്വാളിറ്റി. അണ്ടത്തിൻ്റെയും ബീജത്തിൻ്റെയും ക്വാളിറ്റിയാണ് അനന്തര തലമുറയായ കുഞ്ഞിൻ്റെ ക്വാളിറ്റി. നമ്മുടെ എന്താണ് സ്വധർമ്മം? കുലധർമ്മം. മനുഷ്യൻ്റെ കുലധർമ്മം എന്താണ്? അനന്തര തലമുറയെ നമ്മളെക്കാളും മെച്ചപ്പെട്ടതാക്കുക. അത് നമ്മുടെ കുലധർമ്മമാണ്. കാരണം ഈ മനുഷ്യകുലം കുറ്റിയറ്റു പോകാതിരിക്കാൻ അനന്തര തലമുറകൾ മെച്ചപ്പെട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അങ്ങനെ മെച്ചപ്പെട്ടു പോകണമെന്നുണ്ടെങ്കിൽ അന്നങ്ങൾ 5ഉം ശരിയാകണ്ടേ? ഇന്നത്തെ അവസ്ഥ എന്താ? 5 അന്നങ്ങളും ആകാശം, അഗ്നി, വായു, വെള്ളം, ഭൂമി, ഈ 5 അന്നങ്ങളും വിഷമയമായി. ആരാണ് ഇതിന് വിഷം ആക്കിയത്? ഈ ഭൂമിയിലെ ഏതെങ്കിലും ഒരു വിഷജന്തു വന്നിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വിഷം കലർത്തുന്നുണ്ടോ? ഏതെങ്കിലും ഒരു മൂർഖം പാമ്പ് വന്നിട്ട് നമ്മുടെ കുടിവെള്ളത്തിൽ വിഷം കലർത്തുന്നുണ്ടോ? ഇല്ലല്ലോ. ഇത് ചെയ്യുന്നത് ആരാണ്? മനുഷ്യര് തന്നെയല്ലേ? എന്നിട്ട് പറയുക ബുദ്ധിമാനായ മനുഷ്യനെന്ന്. സ്വന്തം ഭക്ഷണത്തിൽ, സ്വന്തം മക്കൾ കഴിക്കേണ്ട ഭക്ഷണത്തിൽ, കുടിക്കേണ്ട വെള്ളത്തിൽ, വായുവിൽ മലിനമാക്കുകയും വിഷമയമാക്കുകയും ചെയ്യുന്ന ജീവിക്ക് ബുദ്ധിയുണ്ടെന്ന് പറയാൻ കഴിയുമോ? സ്വന്തം മക്കൾ കഴിക്കേണ്ട ഭക്ഷണം അത് വിഷമയമാക്കുന്ന ജീവിയാണ് നമ്മൾ. ഇനിയെങ്കിലും അതൊന്ന് ചേഞ്ച് ചെയ്യണ്ടേ? ഇനിയെങ്കിലും അടിവര. കാര്യം എന്താണെന്ന് വെച്ചാൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സകല ചികിത്സാ സംവിധാനങ്ങളുമുള്ള നാടാണ് കേരളം. ഒരുപക്ഷെ ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിലും അത്തരത്തിലൊരു സംവിധാനം ഉണ്ടാവില്ല. പക്ഷെ കേരളത്തിൽ എല്ലാ പഞ്ചായത്തിലും പ്രൈമറി ഹെൽത്ത് സെൻ്റർ ഉണ്ട്. ആ പഞ്ചായത്തിൽ തന്നെ ഇതിൻ്റെ സബ് സെൻ്ററുകളുണ്ട്, താലൂക്ക് ആശുപത്രിയുണ്ട്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലുണ്ട്, റഫറൽ ഹോസ്പിറ്റലുകളുണ്ട്. ആധുനിക ചികിത്സാ സംവിധാനത്തിൻ്റെ കീഴിൽ ഇതെല്ലാ സംവിധാനങ്ങളും എല്ലാ പഞ്ചായത്തിലുമുണ്ട്. ഗവൺമെൻറ് തലത്തിലുണ്ട്, പ്രൈവറ്റ് തലത്തിൽ. ഭക്ഷണം വിഷമയമാക്കുന്ന ഒരു കൃഷിയെ ശാസ്ത്രീയ കൃഷി എന്ന് വിളിക്കാൻ പറ്റുമോ? വിഷമുള്ളതെല്ലാം കഴിച്ചും കുടിച്ചും മനുഷ്യര് വിഷമയമായി, മനുഷ്യരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇന്ന് കേരളം. വിഷം കഴിച്ച് വിഷമനുഷ്യരായി അവരുടെ മനസ്സിൽ വിഷചിന്തകൾക്ക് മാത്രമേ സ്ഥാനം ഉണ്ടാവുള്ളൂ. ഇന്ന് എന്താണ് പേപ്പറെ വരുന്ന വായിച്ചാൽ കാണുന്നത്? അച്ഛനെ തല്ലിക്കൊല്ലുന്ന മക്കള്, അമ്മയെ കൊല്ലുന്ന മക്കള്, പരസ്പരം തമ്മിലടിച്ച് തലകീറുന്ന മക്കള്, കുടുംബം. ശാരീരിക ആരോഗ്യം തകർച്ചയിലാണ്, മാനസിക ആരോഗ്യം തകർച്ചയിലാണ്, കുടുംബത്തിന്റെ ആരോഗ്യം തകർച്ചയിലാണ്. കേരളത്തിലെ ഓരോ വീടും നീറുന്ന നെരുപ്പോടായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. 100 കണക്കിന് കുടുംബങ്ങളുടെ രഹസ്യമറിയാവുന്ന ആളാണ് ഞാൻ. അതുകൂടാതെ ഞങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള 3 പോലീസ് സ്റ്റേഷനിൽ വരുന്ന കേസുകൾ എന്നെ അറിയിക്കാറുണ്ട്. അവിടുത്തെ പോലീസുകാർ വന്ന് രേഖപ്പെടുത്താതെ ഒതുക്കി തീർക്കുന്ന എത്ര കേസുകൾ, രേഖപ്പെടുത്താൻ പോലും പറ്റാത്ത വിധത്തിലുള്ള നാണക്കേടുണ്ടാക്കുന്ന കേസുകളാണ് സ്റ്റേഷനിൽ വരുന്നത്. എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ മനസ്സ് മോശപ്പെട്ടു കഴിഞ്ഞു, വിഷമയമായി കഴിഞ്ഞു. ഇതെല്ലാം മനുഷ്യനെ ഇത്തരത്തിലാക്കി തീർത്തത് നമ്മൾ നിരന്തരം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ്. അന്നമാണ് മനസ്സായി രൂപാന്തരപ്പെടുക. അന്നമയ കോശമാണ് മനോമയ കോശം എന്ന് അറിയാവുന്ന നാടാണ് ഭാരതം.
അപ്പൊ അന്നത്തിന്റെ പ്രാധാന്യം കണക്കിലെടുക്കണ്ടായിരുന്നോ? അന്നത്തിന്റെ ക്വാളിറ്റി നിലനിർത്താനുള്ള നടപടികൾ എടുക്കണ്ടായിരുന്നോ? അതിനു പകരം ആവശ്യത്തിൽ കൂടുതൽ ഉണ്ടാക്കാനുള്ള തത്രപ്പാടിൽ ക്വാളിറ്റിയെ പറ്റി ചിന്തിച്ചില്ല. ഇതാണ് പറ്റിയ തെറ്റ്. ചിലപ്പോൾ പെരുകുന്ന ജനങ്ങളെ മുഴുവൻ തീറ്റിപ്പോറ്റാൻ പാരമ്പര്യ കൃഷിക്ക് കഴിഞ്ഞില്ലായിരുന്നിരിക്കാം. പക്ഷേ അതിനകത്തിൽ ഗവേഷണങ്ങൾ നടന്നിരുന്നുവെങ്കിൽ എത്ര വേണേലും ഉണ്ടാക്കാമായിരുന്നു എന്നാണ് 38 വർഷമായി ഈ മേഖലയിൽ നിൽക്കുന്ന എനിക്ക് മനസ്സിലായത്. ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരെയും തീറ്റിപ്പോറ്റാൻ ജൈവ കൃഷിക്കാവും. ആ രീതിയിൽ പഠനവും ഗവേഷണവും നടക്കണം. മണ്ണിനെ തിരിച്ചു പിടിക്കണം. ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്. കാരണം വളരെ 10, 60, 70 വർഷങ്ങളായി നമ്മൾ മണ്ണിനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. മണ്ണ് ഡിപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. കേരളത്തിന്റെ മണ്ണിന്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, ലോകം മുഴുവനും കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന മണ്ണ് ഡിപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു, മോശപ്പെട്ട് കഴിഞ്ഞു. അതിനകത്ത് ട്രേസ് എലമെന്റ് എന്ന് പറയുന്ന ഒരു സാധനമില്ലാണ്ടായി. നമ്മുടെ രോഗപ്രതിരോധനത്തിന് ഏറ്റവും കുറ്റമറ്റ ഒരു ട്രേസ് എലമെന്റ് ആണ് അയോഡിൻ. അയോഡിൻ ഇന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലില്ല, ലോകത്ത് ഒരു ഭക്ഷണത്തിലും ഇല്ല. ഈ ഭക്ഷണത്തിൽ അയോഡിൻ ഇല്ലാതായത് മണ്ണിൽ തീർന്നതാണ്. ഇതിന് പരിഹാരം എന്നോണമാണ് ഗവൺമെന്റ് അയോഡിൻ ചേർത്ത ഉപ്പ് തന്നത്. അത് ടോട്ടൽ ഫെയിലുവർ. ജനിച്ചപ്പോൾ മുതൽ അയോഡിൻ സോൾട്ട് കഴിച്ച 3 കുട്ടികളെ കൊണ്ട് ഒരു അമ്മ എൻ്റെ അടുക്ക വന്നിട്ടുണ്ട്. അമ്മയ്ക്കും തൈറോയ്ഡാണ്, മക്കൾക്ക് 3 പേർക്കും തൈറോയ്ഡാണ്. അങ്ങനെയാണെങ്കിൽ അയോഡിൻ ചേർത്ത ഉപ്പ് ഫലപ്രദമാണ് എന്ന് പറയാൻ കഴിയുമോ നമുക്ക്? പരാജയമാണത്. അയോഡിൻ തീർന്നു. അയോഡിൻ മണ്ണിൽ തീർന്നു പോയാൽ എത്ര രോഗങ്ങളാണ് വരിക, എത്രമാത്രം രോഗങ്ങളാണ് വരിക. വണ്ണം വയ്ക്കും, മുടി കൊഴിയും, പിന്നെ മന്ദബുദ്ധികളായ കുട്ടികൾ ജനിക്കും. ക്യാൻസറിന്റെ മൂല കാരണങ്ങളിൽ ഒന്ന് അയോഡിൻ ഡെഫിഷ്യൻസിയാണ്. ഇത്രമാത്രം ഇമ്പോർട്ടൻ്റ് ഉണ്ടോ ഒരു ട്രേസ് എലമെന്റിന്? ഈ അയോഡിൻ പോലെ 108ഓളം ട്രേസ് എലമെന്റ് മനുഷ്യ ശരീരത്തിന് വേണം. മനുഷ്യ ശരീരത്തിന്റെ പ്രതിരോധ ശക്തി കുറ്റമറ്റതാക്കി നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ഈ സൂക്ഷ്മ മൂലകങ്ങൾ കിട്ടിയേ പറ്റൂ. അമ്മയുടെ ഗർഭപാത്രത്തിലെ ജലം, അതിന്റെ ക്വാളിറ്റി നിലനിർത്താൻ നമുക്ക് ഇന്നും അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് മന്ദബുദ്ധികളായ കുട്ടികൾ ജനിക്കുന്നത്, വികലാംഗരായ കുട്ടികൾ ജനിക്കുന്നത്. ഇതിനകത്ത് ഉണ്ടായിരിക്കേണ്ട ട്രേസ് എലമെന്റുകൾ കൊടുക്കാൻ നമുക്ക് കഴിയണ്ടേ? ഇതിന് ജൈവ കൃഷിയിൽ ഏറ്റവും കൂടുതൽ ഞാൻ ശാസ്ത്രജ്ഞന്മാരുടെ എതിർപ്പുകൾ, ചോദ്യങ്ങളുടെ മുന്നിൽ ചൂളിപ്പോയ ഒരു കാര്യമായിരുന്നു. അവരുണ്ടെങ്കിൽ ചോദിക്കുമായിരുന്നു, എവിടുന്ന് കൊടുക്കും നിങ്ങൾ ട്രേസ് എലമെന്റ്? നിങ്ങൾ ജൈവ കൃഷിയിൽ എല്ലാം ചെയ്യുമായിരിക്കും, പക്ഷെ ഈ സൂക്ഷ്മ മൂലകങ്ങൾ എന്ന് പറയുന്ന ട്രേസ് എലമെന്റ് എവിടുന്നാണ് ജൈവ കൃഷി കൊടുക്കാൻ പോകണമെന്നാണ് നിങ്ങൾക്ക് ചോദിച്ചത്. അവസാനം അമേരിക്കയിൽ നടന്ന ഒരു 40 വർഷം നടന്ന സ്റ്റഡി, ആ റിപ്പോർട്ട് എടുത്തിട്ട് അപ്പോഴാണ് കാര്യം മനസ്സിലാകുന്നത്. നമുക്ക് വേണ്ട സകല ട്രേസ് എലമെന്റ്, നമുക്ക് അറിയാവുന്നതും അറിയാൻ പാടില്ലാത്തതുമായ ട്രേസ് എലമെന്റ് മുഴുവൻ കടൽ വെള്ളത്തിലുണ്ട്. ആ കടൽ വെള്ളം 1 ലിറ്റർ കടൽ വെള്ളത്തിൽ 30 ലിറ്റർ നല്ല വെള്ളം ചേർത്ത് ചെടികൾക്ക് കൊടുത്താൽ മനുഷ്യ ശരീരത്തിന് വേണ്ട സകല ട്രേസ് എലമെന്റും, പ്രതിരോധ ശക്തിക്ക് ഉതകുന്ന സകല ട്രേസ് എലമെന്റും നമുക്ക് കൊടുക്കാം. ഇത് മരുന്നിന് പറ്റുന്ന കാര്യമല്ല, മരുന്ന് കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ജൈവ കൃഷി കൊണ്ട് മാത്രമേ സാധ്യമാകൂ. അപ്പൊ കൂടുതൽ നമ്മൾ ജൈവ കൃഷിയിലേക്ക് പോയേ പറ്റൂ. അതൊരു അനിവാര്യതയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. രോഗം അത്രമാത്രം മൂർച്ഛിച്ചു. പൊറുക്കുന്നില്ല, വ്രണം പൊറുക്കുന്നില്ല. സകലവിധ ആന്റിബയോട്ടിക്കുകളും കഴിച്ചു, ആശുപത്രികൾ മുഴുവൻ പോയി. പക്ഷേ രക്ഷയില്ലാതെ വന്നിട്ട് അവസാനം എൻ്റെ അടുക്ക വന്ന് ഞാൻ ഒരൊറ്റ കാര്യമേ ചെയ്തുള്ളൂ. വേവിക്കാത്ത ഭക്ഷണം ജൈവ രീതിയിൽ ഉണ്ടാക്കിയത് മാത്രം കഴിച്ച് 3 ആഴ്ച വ്രണം പൊറുക്കും, ഏത് രോഗവും മാറും എന്നാണ് മനസ്സിലായിട്ടുള്ളത്. അതായത് വിധിച്ച 5 അന്നങ്ങൾ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ
ആ അന്നങ്ങളിൽ എല്ലാ ട്രേസ് എലമെന്റും ഉണ്ടാകുന്ന വിധത്തിൽ കൃഷി ചെയ്തെടുത്താൽ ഏത് രോഗവും മാറും. അപ്പൊ എൻ്റെ അടുക്ക് ചോദിക്കാറുണ്ട്, എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുക ഏത് രോഗവും മാറും എന്ന് പറയാനുള്ള അടിസ്ഥാനം എന്താണ്? ഇതുമാതിരി തന്നെയാണ് ക്യാൻസറും ഡീജനറേഷനാണ്. ഡീജനറേറ്റീവ് രോഗങ്ങൾക്ക് മരുന്നുകളെ ആശ്രയിക്കുന്നത് ശരിയായ ഒരു വഴിയാണെന്ന് തോന്നിയിട്ടില്ല. ഞാൻ പഠിക്കുന്ന ശാസ്ത്രം ഇക്കോളജി എന്ന് പറയുന്ന ഒരു ശാസ്ത്രപ്രകാരം അതിൻ്റെ സൊല്യൂഷൻ റീജനറേഷനാണ്. ഡീജനറേഷൻ എന്ന് പറഞ്ഞാൽ അന്യം നിൽക്കലാണ്. മനുഷ്യൻ, ഈ ഭൂമിയിലെ മനുഷ്യർ, ദി മോസ്റ്റ് എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഓൺ ദിസ് എർത്ത്, അതായത് അന്യം നിൽക്കലിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ജീവി മനുഷ്യനാണ്. അത് അന്യം നിൽക്കലിലേക്ക് കൊണ്ടുപോകുന്നത് ഡീജനറേറ്റീവ് രോഗങ്ങളാണ്. ഷുഗർ പോലെ, ക്യാൻസർ പോലെ, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് പോലെ ഉള്ള ഡീജനറേറ്റീവ് ഡിസീസുകളാണ്. ഇതിന് ഒരൊറ്റ വഴിയേ ഉള്ളൂ, റീജനറേഷൻ. ഈ റീജനറേഷൻ പോസിബിൾ ആണ് താനും. ഈ റീജനറേഷൻ സാധ്യമാക്കാൻ ജൈവ കൃഷിക്ക് മാത്രമേ കഴിയൂ, വേറെ ഒരു കൃഷിക്കും കഴിയില്ല. അപ്പൊ ഇത്രമാത്രം ഇമ്പോർട്ടൻ്റ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനങ്ങൾ ഒരുക്കി എടുത്തേ പറ്റൂ. ഇപ്പൊ തൃപ്പൂണിത്തുറയിൽ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് നമ്മളൊരു ആയുർവേദ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്, ചികിത്സിക്കേണ്ട എന്ന് പറഞ്ഞാലും ചികിത്സിക്കേണ്ടേ, ശരിയാക്കേണ്ടേ, ഇന്ന് മനുഷ്യർ മുഴുവൻ രോഗികളാണെങ്കിൽ ചികിത്സ കൊടുക്കേണ്ടേ അവർക്ക്. അതിന് വേണ്ടിയിട്ട് തൃപ്പൂണിത്തുറയിൽ ഒരു ആനന്ദ കേന്ദ്രം എന്ന പേരിൽ ഒരു സംവിധാനം ഒരുക്കി കഴിഞ്ഞു. ആപ്ലിക്കേഷൻ വേണം. അപ്പൊ ഇതുവരെ ഞാൻ പഠിച്ചിട്ട് എനിക്ക് ഈ സാധനം എന്താണെന്ന് മനസ്സിലായി, ഈ മനസ്സെന്താണെന്ന് മനസ്സിലായില്ല. അതുകൊണ്ട് ഒന്നുകിൽ മനസ്സെന്താണെന്ന് പറഞ്ഞു തന്നെ, അല്ലെങ്കിൽ ഞാൻ പഠിത്തം നിർത്തുകയെന്ന്. അങ്ങനെ അവിടെ വെച്ച് പഠിത്തം നിർത്തിയത്. ആ പഠിത്തം നിർത്തി. ഇപ്പോൾ ഞാൻ സാറിനൊക്കെ ഒരു കാര്യം ചോദിച്ചു, നമ്മൾ തന്നെ അതൊക്കെ ഡിഫൈൻ ചെയ്തെടുത്താൽ വല്ല കുഴപ്പമുണ്ടോ? സാറ് പറഞ്ഞ ആർക്കും ചെയ്യുക, അതിന് ആരും തടസ്സപ്പെടുത്തിയിട്ടില്ല, ചെയ്തോ. അങ്ങനെ ആ സൈക്കോളജി പഠനത്തിൽ നിന്നുമാണ് ഒരു കാര്യം വ്യക്തമാക്കുന്നത്. അതായത് ഒരു ആശയം വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ആശയം, പുതിയൊരു ആശയം പോലെ വരികയാണ് ജൈവ കൃഷി. പണ്ടുണ്ടായിരുന്നു പാരമ്പര്യ കൃഷി, ജൈവ കൃഷിയായിരുന്നു. വന്ന ആളിനെ രാജു പരിചയപ്പെടുത്തിയില്ല. അദ്ദേഹത്തിന്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട്. സിദ്ധാർത്ഥ് ശിവ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് വരണം. ഞങ്ങളൊക്കെ ഏറെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളാണ്. ഞങ്ങൾക്കൊക്കെ സിനിമയിൽ അഭിനയിക്കാനുള്ള ഒരു ചാൻസ് ചോദിക്കാന്ന് പറഞ്ഞിട്ടാ. വരുന്നോളട്ടെ. അപ്പൊ നമുക്ക് എല്ലാവരും സൗകര്യമായിട്ടൊക്കെ ഇരിക്കുക. അപ്പൊ ഡോക്ടർ നിങ്ങളോട് സംസാരിക്കും. അപ്പൊ അത് ഇപ്പൊ നമ്മുടെ കുറച്ചുപേരുമായിട്ട് അദ്ദേഹം ഉള്ളിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഡോക്ടറെ നമ്മളെല്ലാം സ്നേഹത്തോടു കൂടി ഇത്രയും ദൂരെ യാത്ര ചെയ്ത് രാവിലെ തന്നെ എത്തിയതിനുള്ള പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഞാൻ സംസാരിക്കാൻ ക്ഷണിക്കുകയാണ്. രാജീവ്. നമസ്കാരം. ഡോക്ടർ നമ്മുടെ കേരള ജൈവ സംരക്ഷണ സമിതി എന്ന് പറയുന്ന ഈ കുഞ്ഞ് NGOയുടെ കാര്യദർശിയും പേട്ടനും ഒക്കെ ആയിട്ട് വളരെ കാലം നമ്മുടെ ഒപ്പം ഉണ്ട്. ഒപ്പം തന്നെ ഒരു ജൈവ ജീവിത രീതി മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട്, നമ്മുടെ ഒപ്പമുള്ള സകലരെയും സഹായിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ മുമ്പോട്ട് പോകാമെന്ന് നമ്മളെ പഠിപ്പിച്ചുകൊണ്ട്, നമ്മളെ പ്രവർത്തിപ്പിച്ചുകൊണ്ട് നമ്മുടെ കൂടെ കഴിഞ്ഞ ദശാബ്ദങ്ങളായിട്ട് നമ്മുടെ ഒപ്പം ഉണ്ട്. എപ്പോഴും ഏത് പാതിരാത്രിക്ക് വിളിച്ചു കഴിഞ്ഞാലും എന്താ രാജീവേ എന്ന് പറഞ്ഞ് കേൾക്കാനുള്ള വലിയ മനസ്സുള്ള വലിയ ഡോക്ടർ, ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള വലിയ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് സമയം കളയണ്ട. ഡോക്ടറെ നമുക്ക് കാതോർക്കാം. ഭുവനേശ്വരി അമ്മ ഇവിടെ വന്നിരിക്കാം. ഇവിടെ വരൂ 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 വരൂ. ഭുവനേശ്വരി അമ്മയ്ക്ക് നാണോ നിങ്ങളെ കാണാൻ കേട്ടോ, അതുകൊണ്ടാണ്. നാണൊന്നും വേണ്ട, ഇവിടെ വാ, ഇവിടെ വാ, എല്ലാരും കാണണ്ടേ. നമ്മുടെ കർഷകശ്രീയാണ് കേട്ടോ ഞങ്ങളുടെ. ഇവിടെ എനിക്കാതെ കുഴപ്പമില്ല. നാരായണേട്ട ഒരു സെക്കൻഡ് ഇരുന്നിട്ടോ.
നമുക്കൊരു ഫോട്ടോ ആവശ്യമുണ്ട്, അതുകൊണ്ടാ. എല്ലാവർക്കും നമസ്കാരമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ചെറിയ ഡോക്ടർ വലിയ ഡോക്ടർ ഒന്നുമില്ല, കുറച്ച് കൊണ്ടുണ്ട് സംഭവിച്ചു. പക്ഷെ വലിയ ഡോക്ടർ ഒന്നുമില്ല, സാധാരണ ഡോക്ടറെ അതിനകത്തേക്കൊന്നുമില്ല. പിന്നെ ഞാൻ പ്രവർത്തിക്കുന്ന ഒരു മേഖലയുണ്ട്, ആ മേഖല നിങ്ങൾക്ക് അറിയാം, എന്നൊന്നറിയാം. അവിടെ പലപ്പോഴും പറയേണ്ടി വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ അതിൻ്റെ ഒരു വശം മാത്രമേ കാണുന്നത്, മറുവശം നിങ്ങൾ കാണുന്നില്ല. അതായത് ഉദ്ദേശിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന കുറേ നല്ല പ്രവൃത്തികളുണ്ട്, പക്ഷെ ആ പ്രവൃത്തികളുടെ ഫലം എന്താണെന്നും അല്ലെങ്കിൽ അങ്ങനെ പ്രവർത്തിച്ചില്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്നും ഒക്കെ കാണുന്ന മറ്റൊരു അറ്റമുണ്ട്. ആ അറ്റമാണ് ഞാൻ പ്രവർത്തിക്കുന്ന മേഖല എന്ന് പറയുന്നത്. ഞാൻ ഉദ്ദേശിക്കാൻ കാരണം എന്താ വെച്ചാൽ, നമ്മളെന്നും വളരെ ഭീതിയോടെ മാത്രം കാണുന്ന ഒരു അസുഖം, അത് ക്യാൻസർ. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് ക്യാൻസറാണ് ഏറ്റവും പ്രശ്നമുള്ള കാര്യം. അല്ല ഏറ്റവും പ്രശ്നമുള്ള കാര്യം നമ്മൾ അതിനേക്കാളൊക്കെ 10 മടങ്ങ് പ്രശ്നമുള്ള കാര്യങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. നമ്മളതിനെ എല്ലാവരെയും കൂടെ ചേർത്ത് വിളിക്കുമ്പോൾ നമ്മളത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് NCD എന്ന് പറയും. അവിടെയാണ് നമ്മുടെ പ്രശ്നം ആരംഭിക്കുന്നത്. അതിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. അത് നേരത്തെ പറയുമ്പം കുറേ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, അത് BP ഉള്ളത്, അതുപോലെ കാർഡിയാക് ഡിസീസ്, ഹാർട്ട് അറ്റാക്ക് വരുന്നത്, സ്ട്രോക്ക് വരുന്നത്, കുട്ടി ചേർത്ത് ക്യാൻസറുകൾ ചേർക്കാൻ പറ്റും. ഇപ്പം ഇതെല്ലാം നമ്മൾ ആ ലിസ്റ്റിൽ വരുന്ന സാധനങ്ങളാണ്. പലപ്പോഴും ക്യാൻസർ തടയണം അല്ലെങ്കിൽ ഈ അസുഖങ്ങളൊക്കെ തടയണം എന്ന് പറയുമ്പോൾ എല്ലാത്തിനുമുള്ള ഒറ്റമൂലി തന്നെ ഒന്ന് തന്നെയാണ്. എല്ലാത്തിനും കാരണങ്ങൾ മിക്കവാറും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബന്ധപ്പെട്ട കാരണങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മളത് തടയണമെന്ന് പറയുമ്പോൾ എല്ലാത്തിനും ഒരേപോലെ പ്രാവർത്തികമായിട്ടുള്ള കാര്യം തന്നെയാണ് പറയുമ്പോൾ. ഞാൻ സ്ലൈഡ് കാണിക്കാനൊന്നും വിളിച്ചാൽ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞങ്ങൾ റെഡിയാണ്. എങ്ങനെ കാണിക്കും? പ്രൊജക്ടർ റെഡിയാണ്, സ്ക്രീനും റെഡിയാക്കും. നമുക്ക് ഇവിടെ ഇരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാവും. വേണ്ട, നമ്മളെ എല്ലാവർക്കും ചോദ്യം നിങ്ങളൊക്കെ ഞാനിപ്പോൾ നിങ്ങളോട് ചോദിക്കാൻ പറയുകയാണ്. ഒരു ചോദ്യം ചോദിക്കണമെന്ന് പറഞ്ഞാൽ ചോദ്യം എന്തായിരിക്കും വെച്ചാൽ, ചോദ്യം രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്ന് അത് ചോദിക്കുകയുള്ളൂ. അത് ക്യാൻസർ വന്നാൽ രക്ഷപ്പെടുമോ എന്ന് മാത്രമേ ചോദിക്കുള്ളൂ. ഇപ്പം ഞാൻ ഇരുന്ന് 10 പേരെ കാണുന്ന 10 പേരുടെ ചോദ്യം അത് തന്നെയാണ്. അസുഖം വന്നാൽ സാറ് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന്. ആ ഒരു ചോദ്യം ശരിക്കും പറയുകയാണെങ്കിൽ മൂന്നാമത്തെ ചോദ്യമാണ്, ആദ്യത്തെ ചോദ്യമല്ല. ആദ്യത്തെ 2 ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കാറുമില്ല, നമ്മളതിനെക്കുറിച്ച് ആലോചിക്കാറുമില്ല, നമുക്ക് അറിയാൻ പറ്റും, പക്ഷെ നമ്മൾ പ്രാവർത്തികമാക്കാറില്ല. ആ 2 ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ക്യാൻസറുകൾ തടയാൻ സാധിക്കുമെന്നുള്ളതാണ്. ആ ചോദ്യം എനിക്ക് തോന്നുന്നത് ഒരു കുട്ടിയുടെ ചിലപ്പോൾ ചോദിക്കും, എഴുന്നേറ്റ് ചോദിക്കും, തടയാൻ സാധിക്കും. പക്ഷെ നമ്മളത് ചോദിക്കാറില്ല. ക്യാൻസർ തടയാൻ അത് ചോദിക്കാത്തതിൻ്റെ കാരണം, അതിൻ്റെ കാരണം എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ്. പക്ഷെ അറിഞ്ഞുകൊണ്ട് നമ്മൾ പ്രാവർത്തികമാക്കുന്നില്ലെന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. രണ്ടാമത്തെ ചോദ്യം, ക്യാൻസറെ പ്രാരംഭദശയിൽ കണ്ടുപിടിക്കാൻ സാധിക്കുമെന്നുള്ളത്. അത് അസുഖമുള്ള സമയത്തല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും സൂചനയുള്ള സമയത്തല്ല, ഒരു സൂചനയും ഇല്ലാത്ത സമയത്ത് കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളതാണ്. നിങ്ങൾ പലരും പോയി മെഡിക്കൽ ചെക്കപ്പിന് പോകുന്നുണ്ടാവും. അത് എന്തെങ്കിലും അസുഖം ഉണ്ടായിട്ടല്ല, ഷുഗർ ഉണ്ടായിട്ടല്ല, പ്രഷർ ഉണ്ടായിട്ടല്ല. നിങ്ങൾ പോകുമ്പോൾ ഷുഗർ നോക്കും, കൊളസ്ട്രോൾ നോക്കും, പ്രഷർ നോക്കും, പക്ഷേ ആ ലിസ്റ്റിൽ ഒരിക്കലും ക്യാൻസറിനെ കൊണ്ടുവരുന്നില്ല. അതായത് അങ്ങനെ സ്ക്രീനിങ് പ്രോഗ്രാംസ് അത് കൊണ്ടുവരുന്നില്ല. ഈ രണ്ടുമാണ് ആദ്യത്തെ 2 ചോദ്യങ്ങൾ. അത് ഞാൻ പറഞ്ഞു, ഈ 2 ചോദ്യങ്ങള് എന്ന് നമ്മൾ ചോദിക്കുന്നോ, മനസ്സിലാക്കുന്നോ, പ്രാവർത്തികമാക്കുന്നോ, അന്നേ നമുക്ക് ഈ ക്യാൻസറിനെ നിയന്ത്രിക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ എത്രമാത്രം ആശുപത്രികളിലൂടെ വന്നാലും, എത്ര നമ്മൾ ശാസ്ത്രം പ്രയോഗിച്ചാലും നമ്മൾ മറ്റേറ്റം കാണില്ല. അതായത് ഇതിനെ നമ്മൾ കീഴടക്കി എന്ന് പറയാൻ ഭയങ്കര പ്രയാസമായിരിക്കും. അതിന് എടുക്കുന്ന കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ പറയും, ഓരോ ക്യാൻസറിന്റെ കാരണങ്ങൾ ഓരോന്നാണ്.
ലക്ഷണങ്ങൾ ഓരോന്നാണ്. വിജയ സാധ്യത വ്യത്യസ്തമാണ്, ചികിത്സ വ്യത്യസ്തമാണ്. അതാണ് ഒരു പ്രശ്നമായിട്ട് പറയുന്നത്. ഇപ്പൊ നമ്മളിങ്ങനെ തടയാളെ കുറിച്ച് പറയുമ്പോൾ 2-3 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഒന്ന്, എല്ലാ ക്യാൻസറും തടയാൻ സാധിക്കില്ല. സാധിക്കും, വേണ്ട ഞാൻ പറയുന്ന പോലത്തേക്ക് ജീവിക്കാൻ സാധിക്കുമെന്ന് തോന്നുകയാണെങ്കിൽ അത് സാധിക്കില്ല. കാരണം ആ സാധ്യത എന്ന് പറഞ്ഞാൽ നമ്മള് വായു വെളിച്ചമില്ലാതെ മുറിക്കകത്ത് കയറി ആഹാരം കഴിക്കാതെ വെള്ളം കുടിക്കാതെ ശ്വാസം വലിക്കാതെ ജീവിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ എല്ലാ ക്യാൻസറും തടഞ്ഞുകൊണ്ട് ജീവിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയും. പക്ഷെ സാധിക്കില്ല. അപ്പൊ നമ്മൾ ജീവിക്കുമ്പോൾ വി ആർ എക്സ്പോസ് ടു റിസ്ക്. ധാരാളം ഇതുപോലത്തെ റിസ്ക് ഫാക്ടേഴ്സ് നമ്മുടെ മുമ്പിലുണ്ടാവും. പക്ഷെ അതൊക്കെ ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കണക്കുകൾ പറയുന്നത് 30% ക്യാൻസറുകൾ നമുക്ക് തടയാൻ സാധിക്കുന്ന ക്യാൻസറുകളാണ്. 30%. അത് കേരളത്തിലെ കണക്കൂടെ എടുക്കുകയാണെങ്കിൽ കേരളത്തിൽ വളരെ പ്രധാനമാണ്. കാരണം നമ്മള് ക്യാൻസർ കൂടുതലായിട്ട് കാണുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. അത് ക്യാൻസർ വളരെ കൂടുതലായതുകൊണ്ട് മാത്രമല്ല, മറ്റു പല കാരണങ്ങളുണ്ട്. അതായത് നമ്മൾ കൂടുതൽ ആൾക്കാര് കൂടുതൽ ക്യാൻസർ വന്നവരെ റിപ്പോർട്ട് ചെയ്യുന്നു, അതായത് ഹോസ്പിറ്റലിൽ ചെല്ലുന്നു, അല്ലെങ്കിൽ റിപ്പോർട്ടിംഗ് സിസ്റ്റം കയറുന്നു. മറ്റു പലയിടത്തും നടക്കുന്നില്ല. കൂടുതൽ ആൾക്കാർ കണ്ടുപിടിക്കപ്പെടുന്നു, കാരണം കുറെ കൂടെ നമ്മളെ വിദ്യാഭ്യാസം ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ ആൾക്കാരെ ആ അസുഖമാണ് തിരിച്ചറിയുന്നു. പക്ഷെ നമ്മൾ പലപ്പോഴും മറ്റു തെറ്റിദ്ധാരണ നമ്മളെ മനസ്സിലുണ്ടാവുന്നത്, അതായത് ക്യാൻസർ ഇങ്ങനെ, ഞാൻ പലപ്പോഴും പല ക്ലാസ് എടുക്കാൻ പോകുമ്പോഴും മിക്കവാറും എല്ലാ പഞ്ചായത്തിലെ പ്രസിഡന്റ് വളരെ ധൈര്യത്തോടെ ആരെങ്കിലും പ്രസിഡന്റുമാരുണ്ട്. ഈ പ്രസിഡന്റ് പറഞ്ഞിട്ടില്ല കേട്ടോ, ബാക്കി അല്ല എന്തെന്നറിയാമോ, പലരും എന്ന് പറയുമ്പോൾ, അതായത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ക്യാൻസർ ഞങ്ങളുടെ പഞ്ചായത്തിലാണ്. അതിന് കാരണം ഇവിടെ ഒരു ഫാക്ടറി ഉണ്ട്, അതിൻ്റെ ഇവിടെ മലിനജലം ഒഴുക്കുന്നു, അതുകൊണ്ട് ക്യാൻസർ ഉണ്ട്. കഴിഞ്ഞ ഒരു 3-4 മാസമായിട്ട് ഇവിടെ ക്യാൻസറുകൾ വളരെ കൂടുതലാണ്. തെറ്റിദ്ധാരണയാണ്. കാരണം നമ്മളൊരു കോവിഡ് പടരുന്ന പോലെയോ അല്ലെങ്കിൽ അതുപോലെ വൈറൽ ഇൻഫെക്ഷൻ പടരുന്ന പോലെയോ ഒരു 1, 2, 3 ആഴ്ച കൊണ്ടോ മാസം കൊണ്ടോ ക്യാൻസറുകൾ അതിന് വരില്ല. അതിന് കാരണം നമ്മുടെ ശാസ്ത്രം അതാണ്. അതായത് ഒരു സാധാരണ കോശം ക്യാൻസർ കോശമായിട്ട് മാറണമെങ്കിൽ വർഷങ്ങളെടുക്കും. അപ്പം ആ ഒരു സമയത്ത് നമ്മുടെ ഇവിടെ കുറെ ക്യാൻസറുകൾ ഉണ്ടായിരുന്നു ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ശാസ്ത്രീയമായിട്ട് അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് വരും. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അതിന് കാരണം എന്തെങ്കിലും ആ കാരണം കാര്യകാര്യത സഹിതം നമുക്ക് പറയാൻ സാധിക്കണം. ഇതുകൊണ്ടാണ് ഇത് ഉണ്ടാവുന്നത് പറയുന്നത്. അപ്പൊ നമ്മള് വർഷങ്ങളോളം നീണ്ട കണക്കുകൾ കൂടെ മാത്രമേ നമുക്ക് സ്ഥാപിക്കാൻ സാധിക്കുള്ളൂ. ഞാൻ അതാ ഉദ്ദേശിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നതല്ല, പക്ഷെ അതാണ് നമുക്ക് തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്. അതെ, അത് നമുക്ക് അങ്ങനെ അത് മാത്രമല്ല, നമുക്ക് ആധികാരികമായ കണക്കുകളില്ലാതെ സാധിക്കില്ല. അപ്പൊ നമ്മള് വെറുതെ പറയാണ് ഇവിടെ വെള്ളത്തിലെ നമ്മള് ഇതുപോലെ വിഷാംശം കലർന്നുകൊണ്ടാണ് ഇവിടെ ക്യാൻസർ കൂടി വരുന്നത് നമുക്ക് പറയാം. പക്ഷെ ശാസ്ത്രീയമായിട്ട് പറയണമെങ്കിൽ അത് പോരാ. അതിന്റെ അടിസ്ഥാനമായ രേഖകൾ ഉണ്ടാക്കുന്നത് അത് വേറെയൊക്കെ വേണം. അതാണ് ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു ഒറ്റ രാത്രി കൊണ്ടോ 1 മാസം കൊണ്ടോ 1 വർഷം കൊണ്ടോ ഉണ്ടാകുന്ന അസുഖമല്ല ക്യാൻസർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ പതുക്കെ വർഷങ്ങളെടുക്കും. അതുകൊണ്ടാണ് പലപ്പോഴും പുകവലിക്കുന്നവരെ നമ്മൾ പുകവലിക്കരുത് പറഞ്ഞാൽ അവരുടെ ആദ്യത്തെ ചോദ്യം ഉത്തരം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ 5 വർഷമായിട്ട് വലിക്കുന്നു, എനിക്ക് ക്യാൻസർ വന്നിട്ടില്ല, ഞാൻ മരിച്ചിട്ടില്ല. പക്ഷെ ഒരു സിഗരറ്റ് പോലും വലിക്കാത്ത തമാശ വരുത്തി കിടക്കുന്നു. ഇതാണ് നമ്മുടെ യൂഷ്വൽ ഉള്ള ചോദ്യം. ഇതാണ് മനസ്സിലായത്. പക്ഷെ അതിന്റെ ഉത്തരം ഇതാണ്. അതായത് ഞാൻ എന്ത് സിഗരറ്റ് വലിച്ചുകൊണ്ട് നാളെ ക്യാൻസർ ഉണ്ടാകുന്നില്ല, 1 വർഷം കഴിയുമ്പോൾ ഉണ്ടാകുന്നില്ല, 5 വർഷം കഴിയുമ്പോൾ ഉണ്ടാകുന്നില്ല. പക്ഷെ നമ്മളൊരു മാലപ്പടകത്തിന് തീ കൊളുത്തി പറഞ്ഞ പോലെയാണ്. ഒരൊറ്റ തിരി കൊളുത്തി കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഇങ്ങേറ്റം വരെ വരും. അത് നമുക്ക് ഇടയ്ക്ക് എടുക്കാൻ സാധിക്കാത്തതാണ്. അപ്പൊ നമ്മൾ ആ ഒരു ചെറിയ സ്റ്റിമുലേഷൻ മതി. അതായത് നമ്മുടെ ശരീരത്തിലൊക്കെ ക്യാൻസർ ആവാൻ തയ്യാറായി നിൽക്കുന്ന കോശങ്ങളുണ്ട്, പുതിയതായിട്ടൊന്നും വരുന്നില്ല. ആ കോശങ്ങള് ചെറിയൊരു സഹായമേ നമ്മുടെ ആവശ്യപ്പെടുന്നുള്ളൂ. ഈ പറയുന്ന പോലെ പുകവലി, മദ്യപാനം, നമ്മുടെ ആഹാര രീതികൾ, ഇതൊക്കെയാണ് നമ്മൾ കൊടുക്കുന്ന ക്യാൻസറിനെ സഹായിക്കുന്നത്. സിദ്ധാർത്ഥിന്റെ നല്ല രസകരമായ ഒരു വാർത്തയുണ്ട്. സിദ്ധാർത്ഥ് പറയുന്നത്, ക്യാൻസർ ചികിത്സയിലെ കാര്യം എടുക്കുമ്പോൾ രോഗിയും
മറ്റേ അസുഖമായിട്ടല്ല യുദ്ധം നടക്കുന്നത്. രോഗി കാഴ്ചക്കാരനാണ്. യുദ്ധം നടക്കുന്നത് ഡോക്ടറും അസുഖമായിട്ടാണ്, ക്യാൻസറുമായിട്ടാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് കാണുകയാണ്. അതായത് അത് ആര് ജയിക്കും ആര് തോക്കും എന്നുള്ളതാണ്. അതാണ് രോഗിയുടെ പങ്ക്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനൊരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാറുണ്ട്. അതായത് രോഗി പക്ഷേ ആരുടെ കൂടെ ചേരാൻ തീരുമാനം എടുക്കാൻ പറ്റും. രോഗി ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ പോവുകയാണെങ്കിൽ ഡോക്ടറെ കൂടെ ചേരുകയാണ്. രോഗി അത് അന്നും അനുസരിക്കുന്നില്ലെങ്കിൽ ക്യാൻസറിനെ കൊണ്ട് ചേരുകയാണ്. അപ്പോൾ അത് രോഗിയുടെ പങ്കാണ്. പക്ഷെ സത്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു പ്രശ്നം നമ്മൾ തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നതല്ല പലപ്പോഴും. അതുകൊണ്ടാണ് നമ്മൾ ക്യാൻസർ തടയണമെന്ന് പറയുമ്പോൾ ഒരു കാരണവശാലും പുകയില ഉൽപ്പന്നങ്ങൾ തൊടാൻ പാടില്ല. കാരണം നമ്മുടെ കണക്കുകളതാണ്. അത് 30% ക്യാൻസർ മരണങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ഒറ്റ കാരണക്കാരനായിട്ട് കാണിക്കുന്നത് പുകയിലയാണ്. പല രൂപത്തിൽ അത് നമ്മൾ എങ്ങനെ വലിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ ഉപയോഗിക്കുന്ന അനുസരിച്ച് വരുന്ന ക്യാൻസറിന്റെ വ്യത്യാസം അത്രേ ഉള്ളൂ. നമ്മൾ തമാശയ്ക്ക് പറഞ്ഞു കൊടുക്കാറുള്ളത് എങ്ങനെ മരിക്കണം എന്നുള്ള ഒരു സ്വാതന്ത്ര്യം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് സന്തോഷം, ശ്വാസകോശാർബുദം, ലങ് ക്യാൻസർ വന്നിട്ടാണ് മരിക്കണമെന്ന് നമ്മുടെ ആഗ്രഹമെങ്കിൽ പുകയിൽ ചവയ്ക്കരുത്, പുക വലിക്കാൻ പറയും. അതല്ല, മരിക്കാൻ ഏറ്റവും സന്തോഷം നമുക്ക് വായിക്കാത്ത ക്യാൻസർ വന്നിട്ടാണെങ്കിൽ നല്ലത് പുക വലിക്കാതെ പുകയിൽ ചവയ്ക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അത്രമാത്രം കൃത്യമായിട്ട് പറയാൻ സാധിക്കും എവിടെ ഈ ക്യാൻസർ ഉണ്ടാവുന്നുള്ളത്. നമ്മുടെ കണക്കുകളാണ്. കേരള കണക്കെടുക്കുകയാണെങ്കിൽ പുരുഷന്മാരിൽ വരുന്ന ക്യാൻസറുകളുടെ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന 2 തരം ക്യാൻസറുകൾ ശ്വാസകോശാർബുദവും വാക്യത്തും പിന്തുണരുന്ന ക്യാൻസറാണ്, ഹെഡിന്റെ ക്യാൻസേഴ്സാണ്. അത് നമ്മൾ പറയുമ്പോൾ ഒരിക്കലും കുറഞ്ഞു വരികയാണ്. പക്ഷെ അത് പുരുഷന്മാരിൽ കുറഞ്ഞു വരികയാണ്, സ്ത്രീകളിൽ കൂടി വരികയാണ്. പുകയില്ലാത്ത ഉപയോഗിക്കുന്നവരെ എണ്ണം അതിലും കൂടുതലാണ്. പണ്ട് നമ്മൾ പറയും, പണ്ട് നമ്മുടെ 60-65 വയസ്സിലൊക്കെ മുറിക്കുന്നവര് കാണിക്കാറുണ്ട്. ഇന്ന് നമുക്ക് 20 വയസ്സ് 25 വയസ്സ് കൊച്ചു കുട്ടികളൊക്കെ പല രൂപത്തിൽ സ്റ്റാർട്ടഡ് യൂസിങ് ഇറ്റ്. അപ്പൊ ഇതൊക്കെ നമ്മൾ കാണുന്ന ഭവിഷ്യത്തുകളാണ്.